ബാഗിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. ഈ ബാഗ് വന്നിട്ട് 1600 ആണ് ആയിട്ടുള്ളത്. നല്ലൊരു ബാഗാണ്. നല്ല സിബും ഒരുപാട് സിബുണ്ട്. ഇതിൽ സിബ് വന്നിട്ട് 5 സിബ് വരെ ഉണ്ട്. ഇതിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ തന്നെ ലഞ്ച് ബാഗ് ഉണ്ട് ഫ്രീ ആയിട്ട് തന്നെ. അതും വളരെ നല്ലതാണ്. നല്ല സ്പേസും ഒക്കെ ഉണ്ട്. കൂടെ ഇങ്ങനെ ഒരു വള്ളിയുണ്ട്. വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ തന്നെയാണ് ലഞ്ച് ബാഗ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ നല്ലൊരു ബാഗാണ്. 2 വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസും ഉണ്ട്. വെള്ളം വീണ് അത്ര പെട്ടെന്ന് നനയത്തില്ല. ചെറിയതായിട്ടൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു ബാഗാണ്. വളരെ നല്ലൊരു ബാഗാണ്. അപ്പോൾ നമുക്ക് കമ്പനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു ബാഗാണ്. അപ്പോൾ ഇതിൽ ഉള്ളത് നമുക്ക് ബാക്കി കാണാമേ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഇത് വന്നിട്ട് എനിക്ക് മേടിച്ചൊരു ബാഗാണ്. എനിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് വേറെ ബാഗുണ്ട്. അത് കഴിഞ്ഞ വർഷം മേടിച്ചാണ്. ഇത് നമുക്ക് കോളേജ് ബാഗ് പോലെ ഒരു ട്യൂഷൻ ബാഗ് പോലത്തെ ഉപയോഗിക്കത്തില്ല. അത്ര ഒരു ബാഗാണ്. ഇതിന് വന്നിട്ട് 1000 റുപ്പീസാണ് ആയിട്ടുള്ളത്. ഇതിൽ മൊത്തം 5 സിബാണുള്ളത്. ഇവ പുറകിലായിട്ട് 2 ഫ്രണ്ടിൽ 2 പിന്നെ അകത്തായിട്ട് 3 സിബും ഉണ്ട്. നല്ലൊരു ബാഗാണ്. അപ്പോൾ ഇതിൽ 5 സിബാണ് തോന്നുന്നു ഉള്ളത്. നല്ല ഒരു ബാഗാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി അടുത്ത് നോക്കാം. ഇനി ഇത് വന്നിട്ട് കമ്പ്യൂട്ടറിൻ്റെ ലഞ്ച് ബോക്സ് ആണ്. ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ ലഞ്ച് ബോക്സ്. ഇത് ലോക്ക് ഉണ്ട്. ഇത് ലോക്ക് തുറന്നാലേ ഇത് നമുക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ അടയ്ക്കാം. ഇത് മാറ്റാം. ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ ലഞ്ച് ബോക്സ്. അടുത്ത വന്നിട്ട് കമ്പ്യൂട്ടറിൻ്റെ ബോട്ടിലാണ്. ഇതിൽ നമുക്ക് നമ്മുടെ ഡെയിലി തുടങ്ങുന്ന സംഭവങ്ങൾ വരെ എല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മുടെ വെള്ളം കുടിച്ചതും ലിറ്ററും പിന്നെ ലോക്കും ഉണ്ട് ഈ കുപ്പിക്ക്. പെട്ടെന്ന് താഴെ വീണാൽ അങ്ങനെ വെള്ളമൊന്നും അടങ്ങി പോകത്തില്ല. ഇനി അടുത്ത് തന്നെ ലോക്ക് ഇടാനുള്ള ഒരു സാധനമുണ്ട്. നല്ലൊരു കുപ്പിയാണ്. ഇനി അടുത്ത് നോക്കാം. അടുത്ത വന്നിട്ട് എൻ്റെ കുപ്പിയാണ്. സ്റ്റീൽ കുപ്പിയാണ്. പിന്നെ നമുക്ക് അടുത്ത് നോക്കാം. ഇത് വന്നിട്ട് നമ്മുടെ ബ്രഷും പേസ്റ്റും ഒക്കെ ഇടുന്ന സാധനമാണ്. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പെൻ ഹോൾഡറായിട്ടൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇനി അടുത്ത് നോക്കാം. ടാബ്ലറ്റിൻ്റെ പിന്നാണ്. ഇത് നമ്മൾ സെറ്റോടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 20 എണ്ണം ഉണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് 240 രൂപയാണ് ആയിട്ടുള്ളത്. അതിലാണ്. അടുത്ത വന്നിട്ട് സ്റ്റിക്കി നോട്ടാണ്. ഞാൻ ഉദ്ദേശിച്ച സ്റ്റിക്കി നോട്ടല്ല കിട്ടിയത്. പക്ഷേ കിട്ടിയത് ഞാൻ മേടിച്ചു. ഇതിന് 42 രൂപയാണ് ആയിട്ടുള്ളത്. പിന്നെ പറയാൻ പറഞ്ഞു ഇതിന് 50 രൂപയാണ് ആയിട്ടുള്ളത്. ഓൺലൈനിലൊക്കെ പെൻ ഹോൾഡറിന് 100 രൂപയാണുള്ളത്. അപ്പോൾ നമ്മൾ ലാഭം നോക്കി മേടിച്ചാണ് 50 രൂപയുള്ള അടുത്ത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ കമ്പനിയുടെ ബോക്സ് ആണ്. സ്പൈഡർമാൻ്റെ. ഇതിന് വില വന്നിട്ട് 170 രൂപയാണ് ആയിട്ടുള്ളത്. ഇത് തുറക്കുമ്പോൾ നമുക്ക് ഇതിനോട് ഒരു പെൻസിലും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്കെയിലും റബ്ബറും കട്ടറും ഉണ്ടായിരുന്നു ഇതിലൂടെ. അപ്പോൾ ഇത് സെറ്റോടുള്ളതാണ്. കണ്ടു നോക്കാം. ഇതാണ് ബോക്സ്. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള 2 അപ്സരയുടെ പെൻസിൽ പാക്കറ്റാണ്. ഇതാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതാണ് മേടിച്ചു. പിന്നെ അടുത്തത് ഇത് 2 ഹൈലൈറ്ററാണ്. പിങ്കും ഒരു യെല്ലോ പോലത്തെ കളറും. എനിക്ക് ഹൈലൈറ്റർ അത്യാവശ്യം അതുകൊണ്ടാണ് ഞാൻ ഇത് 2 മേടിച്ചത്. ഇത് മാറ്റാം. ഇതിന് 2 വന്നിട്ട് 50 രൂപയാണ് ആയിട്ടുള്ളത്. പിന്നെ വന്നിട്ട് വൈറ്റ്നറാണ്. വൈറ്റ്നറിന് വില എത്രയാണെന്ന് അറിയില്ല. ഇതാണ് അടുത്തത്. ഒരു CD മാർക്കറാണ്. ഇത് നമ്മൾ നെയിംസിൽ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ മണ്ണിക്കൂടെ ഇങ്ങനെ നെയിം എഴുതാൻ വേണ്ടിയാണ്. ഇത് അത്യാവശ്യമായിട്ട് മേടിച്ചതാണ്. പിന്നെ ഒരു സ്കെയില്. ഇതിൽ നമ്മൾ 2 സെറ്റാണ് മേടിച്ചിട്ടുള്ളത്. കാരണം അവരിത് മോട്ടോ പബ്ലോ അതിന് വേണ്ടി പ്രത്യേകമായിട്ട് മേടിച്ചതാണ്. കാരണം ഞാനിത് ഒട്ടിക്കത്തില്ല. സ്റ്റിക്കറൊന്നും ഇല്ലാത്ത ഈ പടമൊന്നും ഇല്ലാത്തതാണ് ഞാൻ ഒട്ടിക്കാറുള്ളത്. അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവരുടേത്. അത് മാറ്റാം. എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു പടവും ഇല്ലാത്ത നമ്മുടെ നെയിം, സബ്ജക്റ്റ്, സ്കൂള്, ഡിവിഷൻ, ടോർണമെൻറ്റ് അത്ര മാത്രം എഴുതിയിട്ടുള്ള ഒരു നെയിം സ്ലിപ്പാണ്. ഇതിലൊരു 3 സെറ്റുണ്ട്. 3 സെറ്റായിട്ടാണുള്ളത്. കണ്ടോ. അത് മാറ്റാം. പിന്നെ നമുക്ക് 2 പേന സെറ്റ് മേടിച്ചായിരുന്നു. 2 പേനയുടെ സെറ്റ്. 2 ബ്ലാക്ക് ആണ്. ജെല്ലിൻ്റെ 2 ബ്ലാക്ക് പേന. ഇതൊരു ബ്ലൂ ആണ്. തോന്നുന്നു 100 രൂപയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ സ്റ്റിക്കർ കളർ നമ്മുടെ നെയിംസിൽ പൊട്ടിക്കാൻ വേണ്ടിയാണ്, പേര് എഴുതി വെക്കാനായിട്ട്. ഇതിന് 100 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് മാറ്റാം. ടിഷ്യൂ പേപ്പറാണ്. ഇതിന് 45 രൂപയാണ് ആയിട്ടുള്ളത്. ടിഷ്യൂ പേപ്പർ അത്യാവശ്യം അതിനാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ അത് മാറ്റാം. പിന്നെ നമ്മുടെ ബുക്ക് പൊതിയുന്ന ഈ 2 കളറും പിന്നെ ഓറഞ്ചിന് ഈ 2 കളറാണ് മേടിച്ചിട്ടുള്ളത്. 2 ഇതിൻ്റെ ചെറുതും പിന്നെ ഇത് ചെറുതായിട്ട് പൊട്ടിച്ചേർന്ന കളറാണ്. ഇത് 2 ചെറുതും പിന്നെ ഇത് 2 പുസ്തകം ഇത് 2 വലുതുമാണ് മേടിച്ചിട്ടുള്ളത്. അത് മാറ്റാം. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള A4 ഷീറ്റാണ്. ഇതിനകത്ത് 100 എണ്ണമാണ് ഉള്ളത്. വില വന്നിട്ട് 150 രൂപയാണ്. 100 ഷീറ്റ് ഉണ്ടെങ്കിൽ. അപ്പം ഇപ്പോൾ 6
ആവശ്യമുള്ള നമ്മൾ അത്യാവശ്യമായിട്ട് മേടിച്ചതാണ്. ഇതിൽ ലഭ്യമൊക്കെ നമ്മൾ ഓരോന്ന് 10 വീതം മേടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇത് 100 എണ്ണമാണുള്ളത്. വില 150 രൂപ. എടുത്ത് നോക്കാം. അടുത്ത വന്നിട്ട് കമ്പനിയുടെ നോട്ട്ബുക്സ് ആണ്. ഇത്രയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. 5 പേപ്പർ കിറ്റിൻ്റെയും ബാക്കിയെല്ലാം ക്ലാസ് മീറ്റിൻ്റെയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മാറ്റാം. പിന്നെ എൻ്റെ ബുക്സ് ആണ് ഇതെല്ലാം. ഇതിൽ കുറച്ച് ക്ലാസ് മീറ്റും ബാക്കിയെല്ലാം ക്ലാസ് മീറ്റും പേപ്പർ കിറ്റുമാണ് നമ്മൾ എപ്പോഴും മേടിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും അത് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. ഇത്രയും സെറ്റോടുള്ളതാണ്. നമ്മൾ 6 2 സെറ്റായിട്ടാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഫുള്ള് കുറേ എണ്ണം നമ്മുടെ പ്ലെയിൻ ബുക്കാണ്. ബാക്കി 2-3 എണ്ണം വളവിൻ്റെ ബുക്കാണ്. അപ്പോൾ നമ്മൾ ഇത്ര ഐറ്റമാണ് മേടിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ നമുക്ക് ബുക്ക് പൊതുവെ മെയിൻസിൽ കൊണ്ടിരിക്കുന്നത് പേരെഴുതുന്നതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബുക്ക് ഷെൽഫ്. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് 1. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. വളരെ ഉപകാരമായ ഒരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ ലിങ്ക് നമ്മൾ പാർട്ട് 1 കൂടെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇതൊന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മേടിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ.